ദയ വേണം. നമുക്ക് ആ ദയ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഭക്തിയിൽ ആയിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയോ സംഘം മുഴുവൻ ഉപേക്ഷിക്കാതെ സംസാരാഗ്നി കെടുകില്ല. സംഘം മുഴുവനും ഉപേക്ഷിക്കാതെ നമുക്ക് പണ്ടൊക്കെ നമുക്ക് എത്രയോ പേര് ഫോണിൽ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ സമയം മൊത്തം പോകുന്നതെന്നുള്ളതാണ്. ഇപ്പോഴോ നമുക്ക് സമയം കുറവാ. അതുകൊണ്ട് എന്താ മറു സൈഡിൽ നിന്നുള്ള കംപ്ലൈന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ശരിയാ, ഓക്കെ, ആയിക്കോട്ടെ, സാരമില്ല. പക്ഷെ ഉണ്ടല്ലോ, നമ്മളെങ്ങനെയാ സംഘത്തിനെ ഫുള്ള് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിടിച്ചു വലിക്കും നമ്മളെ. എങ്ങനെയാ ഇന്നലെ നമ്മുടെ പിന്നെ ഗജേന്ദ്രനെ എങ്ങനെയാ നക്രം മുതല പിടിച്ചു വലിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും. സംഘം മുഴുവേശിക്കാതെ സംസാരാഗ്നി കെടുകില്ല. ഒരിക്കലും സംസാരത്തിന്റെ ഈ ലോകത്തിന്റെ നമ്മുടെ ആഗ്രഹങ്ങൾ വെട്ടുകൾ ഒരിക്കലും തീരില്ല എന്നുള്ളതാ. പിന്നെ എന്ത് വേണം? ഉള്ളിൽ അസൂയ ഒഴിഞ്ഞിടാതെ ഭഗവൻ നേരിൽ വരികയില്ല. അസൂയം കുശുമ്പും വെച്ചോണ്ടിരിക്കുക. ഭഗവാൻ വരാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിൽ വരാൻ പറ്റുമോ? ഇല്ല. ആ അസൂയ ഒഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരികയില്ല. ഒരിക്കലും അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഷഡ്വൈരികളാണ് നമ്മളെയാണെന്നുണ്ടെങ്കിൽ ഭഗവാനിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നത്. ഏതൊക്കെയാണ് ഷഡ്വൈരികളെ? കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം. ഈ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വിഷമാവും. പറയും കഷണ്ടിക്ക് കൂടി മരുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അസൂയക്ക് മരുന്നുണ്ടോ? ഇല്ല. അസൂയ ഒഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഭഗവാൻ എങ്ങനെ നമ്മുടെ ഉള്ളിൽ വരാൻ പറ്റും? അതുകൊണ്ട് ആ അസൂയ ഒഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാമജപത്തില് മുഴുകിയിടണം. നാമജപത്തിൽ മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? നമുക്ക് ദയ വരും, ധർമ്മം വരും. എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെ നമുക്ക് അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്യാൻ ഭയങ്കര അവസരം കിട്ടുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്സിന്റെ മാരത്തോണാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഡിസ്കൗണ്ടില് കിട്ടുന്നുണ്ട്. ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം അർജുനന് പറഞ്ഞു കൊടുത്ത് ആ ഡിസംബർ നമ്മൾ ഗീതാ ദിനമായിട്ട് ആചരിച്ചു. ആ ഗീതാദിന ആചരിച്ചു. ആ മാസത്തിൽ തന്നെ നമ്മുടെ കൈകൊണ്ടുണ്ടല്ലോ 2 ബുക്ക് ആർക്കെങ്കിലും എത്രയോ പൈസ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലാതൊക്കെ ചെലവാക്കുന്നുണ്ട്. 2 ബുക്കിന് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ 1 ബുക്ക് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും നമ്മൾ അത് വേണ്ടുന്നവർക്ക് നീഡി പീപ്പിളിനെ കൊടുക്കാവൂ. വേണ്ടുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്തുവാണ്, ഫ്രീക്ക് ആർക്കെങ്കിലും ബുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് കോർണറിൽ കൊണ്ട് കളയും. അവർക്ക് അതിന് വില വരത്തില്ല. അങ്ങനെ നമ്മൾക്ക് അവര് വായിക്കും. അവരതിന് അങ്ങനെയുള്ള ആ ഒരു എന്താ തീർച്ചയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ബുക്ക് പ്രഭുജിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ പരിചയക്കാർ എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഗീതാമാരത്തോളിലെ പ്രഭാതിരി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രഭാതിരയുടെ അവസാന സമയമായെന്ന് പ്രഭാതിരയ്ക്ക് മനസ്സിലായി. പ്രഭാതിര എന്താ പറഞ്ഞത്? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? എന്റെ ബുക്കുകള് വായിച്ചാൽ മാത്രം മതി, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവൂ എന്ന് പറഞ്ഞത്. ശരിയാണ്. പ്രഭാതിര മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷെ അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയ ആ പാതയെ കൂടിയാണ് ഇന്ന് സ്പോട്ട് ഡിവോട്ടീസ് സഞ്ചരിക്കുന്നതെന്നുള്ളത്. പക്ഷെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിചാരം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആ ഡിവോട്ടീസിന്റെ സംഘമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ആ ഡിവോട്ടികളെ എങ്ങനെ കിട്ടി? വെറും വൈറ്റ് എലിഫൻസ് എന്താ പറയുന്നത്, ചരസും കഞ്ചാവും കുടിച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ ജീവിച്ച അമേരിക്കൻസ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പോലെ യൂറോപ്യൻസിനെ അതെന്നുണ്ടെങ്കിൽ എന്താ പ്രഭുപാദിര കൃഷ്ണഭക്തരാക്കി എന്നുള്ളതാണ്. ആ കൃഷ്ണഭക്തിയിൽ അവരിപ്പൊ എന്ത് ആനന്ദാമൃതത്തിലാണ് അവരിയ്ക്കുന്നത്. അവർക്കൊക്കെ വൃന്ദാവനത്തിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മറുജന്മം ഇല്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് എന്താ, വൃന്ദാവനത്തിൽ മരിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യനേഴ്സ്, ശതകോടീശ്വരന്മാരായിരിക്കും. പക്ഷെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭാരതദേശത്ത് വരുന്നു. ഇന്നലെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? ഗജേന്ദ്രനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പുണ്യസ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ട് ജനിപ്പിച്ചു എന്നുള്ളത്. ത്രികുടാചല പർവ്വതത്തിൽ തന്നെ ജനിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? സ്ഥലത്തിന്റെ പ്രാധാന്യമുണ്ട്. ഇപ്പം ഗുരുവായൂർ പോകുമ്പോഴുണ്ടല്ലോ, ആ ഗുരുവായൂർ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ചിലപ്പോൾ നമ്മൾക്ക് വേറൊരിടത്ത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തിനും പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ, ത്രികുടാചലത്തിലെ ഗജേന്ദ്രനെ ഭഗവാൻ ജനിപ്പിച്ചെന്നുള്ളതാണ്. എന്തുകൊണ്ട്? ആ സ്ഥലത്തിന്റെ പ്രത്യേകത. എന്ന് പറയുന്നത് പോലെ ഭാരതഖണ്ഡത്തിൽ ജനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ പുണ്യം ചെയ്തു, എത്രയോ സുഹൃതം ചെയ്ത ആത്മാക്കളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭാരതഭൂമിയിൽ ജനിക്കാൻ പറ്റിയത്.
എന്നുള്ളത്. അതുകൊണ്ട് എന്താ പറയുന്നത്, നമ്മുടെ ഉള്ളില് അസൂയ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഭഗവാനെ നേരിട്ട് ഈശ്വരൻ ദർശിക്കാതെ നേരെന്താണെന്നറിയാതെ എല്ലാം ഈശ്വരൻ എന്ന അറിയാതെ അല്ലലൊടുക്കാൻ വഴിയില്ല. ഭഗവാനാണ് എല്ലാം. നമുക്കത് അറിഞ്ഞിരിക്കണം. നമുക്ക് അറിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാ പറ്റുന്നത്? നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ എത്രയോ വർണ്ണങ്ങളുള്ള പൂക്കളെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? നമ്മളാണോ അതിന് വർണ്ണം കൊടുത്തിരിക്കുന്നത്? അതേപോലെ ചെടികള് എത്ര സൈസിലുള്ള ഇലകളാണ് ആ ചെടികളെ. മനുഷ്യൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ, മനുഷ്യന്റെ 5 വിരൽ ഒരേപോലെയാണോ? അല്ല. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് പോലുള്ള സാമ്യമായാൽ പോലും ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം തന്നെ കണ്ടില്ലേ, ഓരോന്നിനൊക്കെ എടുക്കാൻ കണ്ണിന്റെ ഇതെടുക്കുന്നു. എന്താ ഭഗവാന്റെ ആ ഒരു സൃഷ്ടിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുപോലും. ഈ ഭൂമിയിലെ ഈ പ്രകൃതിയിലോട്ട് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും എന്നുള്ളതാണ്. എന്താ ബദ്രിനാഥ് ആ സൈഡ്, അല്ലെങ്കിൽ കേദാർനാഥ് ആ സൈഡ്, അല്ലെങ്കിൽ യമുനോത്രി, അല്ലെന്നുണ്ടെങ്കിൽ ഗംഗോത്രി ആ സൈഡിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടടിച്ചു പോകും എന്നുള്ളതാണ്. ഈ നമ്മൾ ഒന്നും കാല് തെറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൊക്കയിലായിരിക്കും വീഴുന്നത്. പക്ഷെ എത്ര ഔഷധ ചെടികളാണ് അവിടെ ഉള്ളതെന്ന് അറിയാമോ? അവിടുന്ന് വരുന്ന അരുവികളിൽ കൂടി, ഔഷധ ചെടികളിൽ കൂടി തഴുകി വരുന്ന ആ വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെയൊക്കെ ഉള്ളവർക്ക് അസുഖങ്ങളേ ഇല്ല എന്നുള്ളതാണ്. അവർക്ക് എന്താ നല്ല കാറ്റ്, നല്ല ഇതേപോലുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം, അങ്ങനെയൊക്കെയുള്ള അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെയാ അസുഖം വരുന്നത്? നമ്മളൊക്കെ ഈ നേപ്പാൾ ആ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനം കാണാനേ ഇല്ല എന്നുള്ള, മെഡിക്കൽ സ്റ്റോർ കാണാനില്ലല്ലോ. ബദ്രിനാഥ് ആ സൈഡിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോർ പോലും കാണാനില്ലത്. എന്തുകൊണ്ടാ? മെഡിക്കൽ സ്റ്റോറിൽ മെഡിസിൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാർക്ക് അസുഖം ഉണ്ടെങ്കിലല്ലേ അവർക്ക് കച്ചവടം നടക്കത്തുള്ളൂ. അതുപോലെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കാണെന്നുണ്ടെങ്കിൽ രോഗി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാ കച്ചവടം നടക്കുന്നത്? അത് എങ്ങനെയാണ് അവർക്ക് പൈസ കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെയാണ്. അവിടെ നിന്നും ഹോസ്പിറ്റലിൽ കാണാനേ ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടാ? അതേപോലുള്ള ആഹാരം അവർ കഴിക്കുന്നത്, അതേപോലുള്ള ശുദ്ധവായു അവർ കഴിക്കുന്നത്, അതേപോലുള്ള വെള്ളം, മലിനീകരിക്കാത്ത വെള്ളം. അങ്ങനെ എല്ലാ ഭഗവാൻ നമുക്ക് പ്രകൃതിയിലെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ മനുഷ്യർ മാത്രമേ പ്രകൃതിയെ ആണെന്നുണ്ടെങ്കിൽ ധിക്കരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആനിമൽസ് നോക്കൂ, അവർക്കെന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ കൂർത്തമൂർത്ത പല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. ചിലവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഡിയറ്, മാന്, അങ്ങനെ ആന, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതേപോലെ എല്ലാം ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ ഉമിനീരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ളതുണ്ട്. അത് എങ്ങനെയാ, സിംഹം, പട്ടി, പൂച്ച, പിന്നെ കടുവ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂർത്തമൂർത്ത പല്ലുകളാ കിട്ടിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് മാംസഭോജികളാണ് അവര് പക്ഷെ ആ മാംസഭോജികൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് വരില്ല പച്ചക്കറി തിന്നാനെ കൊണ്ട്. മനസ്സിലായ പറഞ്ഞത്? പക്ഷെ അതേപോലെ തന്നെ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന മാനുകളെ, പിന്നെ ആന, അവര് പോയിട്ടുണ്ടല്ലോ നോൺ വെജ് കഴിക്കാൻ പോവില്ല എന്നുള്ളതാ. പോവും. പക്ഷെ മനുഷ്യൻ നോക്ക്, മനുഷ്യന്റെ നിരന്ന പല്ലാ തന്നിരിക്കുന്നത്. അതേപോലെ മനുഷ്യന്റെ ഉമനീരെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കാഠിന്യമില്ലാത്ത ഉമനീരാണെന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഏതാണ്? സസ്യഭോജികളായിട്ട് നമ്മൾ ജീവിക്കാനാണ് ഭഗവാൻ നമുക്ക് ഇതേപോലുള്ള നിരയൊത്ത പല്ലുകളും, പിന്നെ ഉമനീരായി കഴിഞ്ഞാലും അങ്ങനെയുള്ള ആഹാരം നമ്മൾ ദഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഉമനീര് മതി. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് തന്നെ. പക്ഷെ മനുഷ്യൻ നമുക്ക് ആ ബൗണ്ടറി എല്ലാം കടന്നിട്ട് പോയിരിക്കുകയാണെന്നുള്ളതാ. കടന്നിട്ട് അവർക്ക് എന്തൊക്കെയാ വേണ്ടുന്ന പ്രകൃതിയെ നശിപ്പിച്ചിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കാണുന്നുണ്ട്. ഒരു മണ്ണിടിച്ചിൽ പോയില്ലേ എല്ലാ കാര്യങ്ങളും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എർത്ത് ഒരു ഭൂകമ്പം വന്നു, ആ ഭൂകമ്പത്തിൽ എല്ലാം പോയില്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് വന്നു. ഈ മനുഷ്യൻ എത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാനോട് കടപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതാ പറയുന്നത്. അന്നേരം നമുക്ക് എന്താ അറിഞ്ഞിരിക്കേണ്ടത്? എല്ലാം ഈശ്വരൻ എന്നറിയണം. എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഭഗവാന്റെ സൃഷ്ടിയാണിത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണോ അതിനെ ബഹുമാനിക്കണോ എന്നുള്ളതാ. ഇപ്പൊ നോക്കൂ, മരങ്ങള് അവർക്കാണെന്നുണ്ടെങ്കിൽ ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ തരോരവിസകൃഷ്ണന അമാനീന മാനദേന കീർത്തനീയ സദാഹരി എന്നാ പറയുന്നത്. തരുക്കൾ എന്താ ചെയ്യുന്നത്? അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫലങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ തല കുനിക്കുക ചെയ്യുന്നത്, എല്ലാവരും എടുത്തോട്ടെ എന്നുള്ളത്. അതേസമയം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നമുക്ക് എന്താ വരുന്നത്? ഗർവ് കൊണ്ട് നമ്മളെ ആണെന്നുണ്ടെങ്കിൽ തല ഉയർത്തിയിട്ട് ഞാനാണ് ഏറ്റവും വലുത്, ഐ മേമേ, ഞാൻ.
എന്നുള്ള അതായത് ഈ ചൂണ്ടുവിരൽ ഒരു സൽപ്രവർത്തികൾക്കും ഉപയോഗിക്കില്ല എന്ന് പറയുന്നത്. ഞാൻ തൂത്തു എന്ത് ചെയ്യും, അങ്ങോട്ട് ഇതിലേക്ക് കാണുന്നിരുന്നത്തെ അങ്ങനെയാണ് തൂത്തു മേമി എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നത്. അതിന് നമുക്ക് എന്താ, പുല്ലിനെ കണ്ട് നമുക്കൊരു പാഠമാണ്. അതേപോലെ തന്നെ മരങ്ങൾ നമുക്കൊരു പാഠം തരുന്നുണ്ടോ എന്നുള്ളത്. പുല്ലുകൾ തൃണാദവി സുനിജന തരോരവി സകൃഷ്ണ, എത്ര അവരും പുല്ലിന്റെ പുറത്തുകൂടെ നമ്മൾ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, അവരാണ് എന്തുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉയർന്നു നിൽക്കും. നിങ്ങൾ എന്നെ നിങ്ങളുടെ കാലിന് നോവരുത്, നിങ്ങൾ എന്നെ ചവിട്ടിപ്പൊക്കോളൂ എന്നുള്ള ആ ഒരു ഭാവം, ആ സേവാഭാവമാണ്. ആ സേവാഭാവത്തിൽ നമ്മളും അങ്ങനെ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നതെന്നുള്ളതാ, തീർച്ചയായിട്ടും ഭഗവാന് ഇതെല്ലാം കാണും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടതോ നമ്മളിൽ തന്നെ ഭഗവാൻ ഉണ്ടെന്നുള്ളതാ. നമ്മുടെ ശിവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ശവമാവാതിരിക്കുന്നത്. ആ ശിവം എല്ലാം കാണുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ, മനസാക്ഷിക്ക് എതിരായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അത് മാത്രമല്ല, നമുക്ക് വേണ്ട എന്ന് ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മനസാക്ഷി വിലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലിരുന്ന്, നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ചെയ്യുന്നത്, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യണ്ട എന്നോ വിലക്കി കഴിഞ്ഞ് നമ്മൾ അത് ചെയ്തേ പോലും അത് എന്തെങ്കിലും കുളമായി വരും എന്നുള്ളത്. അതുകൊണ്ട് എന്താ ചെയ്യുക, എന്താണ് വരുന്നത്, നമ്മുടെ ആ മനസ്സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനാണ്. ആ ഭഗവാൻ എല്ലാം അറിയാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല എന്നുള്ളത്. അല്ല, എല്ലാം ഭഗവാനാണ് കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഭഗവാൻ കാണുന്നുണ്ട്. പിന്നെയോ, ഭക്തന് തുണയും തോഴന് താങ്ങും ഭഗവാനല്ലാതില്ല അങ്ങില്ല. എന്താ, ഭക്തന് തുണയായിട്ട് എപ്പോഴും ഭഗവാനുണ്ട്. നമ്മൾ എത്രയോ നമുക്ക് പാഠങ്ങൾ കിട്ടിയിരിക്കുന്നു. നമ്മുടെ സ്വയം അനുഭവത്തിൽ കൂടി എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാ. അതുകൊണ്ട് ഭക്തന് തുണയായിട്ട് എപ്പോഴും ഭഗവാന് നമുക്ക് താങ്ങും തണലുമായിട്ട് എപ്പോഴും ഭഗവാനുണ്ട്. എങ്ങനെ നമ്മൾ ജീവിക്കണം, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ ധാർമ്മികമായിട്ട് നമ്മള് ഷഡ്വൈരികളെ എല്ലാം മാറ്റി നമ്മുടെ ഉള്ളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബട്ടറാക്കി വെച്ച് നല്ല വെണ്ണയാക്കി വെച്ചിട്ട് ഭഗവാൻ ഇരിക്കാനുള്ള ഒരു സ്ഥലം നമ്മളെ പൂ കൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ഉള്ളു അലങ്കരിക്കൂ. അലങ്കാരം എന്ന് പറഞ്ഞ പൂ എടുത്തിട്ട് ഉള്ളി വെക്കാനല്ല പറയുന്നത്. മീൻസ് അതേപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറയ്ക്കും. ആ നിറയ്ക്കുന്നത് എങ്ങനെയാണ്, എപ്പോഴും നമ്മൾ എങ്ങനെയാ നിറയ്ക്കുക, ഭക്തിരസത്തിൽ ലയിക്കണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നാമജപം ചെയ്യണം. ആ നാമജപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിരസത്തിൽ നമുക്ക് ലയിക്കാൻ പറ്റും. ഭക്തിരസത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ ഉള്ളില് അസൂയ പോയി കിട്ടും. അസൂയ പോയി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് എല്ലാ ഈശ്വരനാണ്. മനസ്സിലായി പറഞ്ഞത്, എല്ലാം ഈശ്വരനാണെന്നുള്ള ആ ഒരു ഭാവം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ നമുക്ക് എന്ത് തരും, ഭക്തന് തുണയും തോഴന് താങ്ങും ഭഗവാനല്ലാതെ ഇന്നില്ല. ത്വമേവ മാതാച്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധു സഖാ ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ, എന്റെ സർവമാരാ ഭഗവാനെ, അങ്ങാണ് എന്റെ എല്ലാം എന്നുള്ള ആ ഒരു ഭാവം നമ്മളിൽ വരട്ടെ. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ ശബ്ദം പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പോയി, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് എന്താ, ഈവൻ ചെമ്പയെ ഭാഗവതയുടെ പോലും നമുക്ക് ശബ്ദം പോയി എന്നുള്ളതായിരുന്നു. എത്രയോ വലിയൊരു സംഗീതജ്ഞനായിരുന്നു ഭഗവാൻ. പക്ഷേ ഗുരുവായൂരപ്പൻ സ്വയം അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് പിന്നെ ആ ശബ്ദം കൊടുത്തു എന്നുള്ളതാണ്. അതാ പറഞ്ഞേ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ആ ഒരു ഓർമ്മ വേണം, ഭഗവാൻ അല്ലാതെ ആരുമില്ല എനിക്കുള്ളത്. ഭഗവാനെ അങ്ങാണ് എന്റെ തോഴനും എന്റെ സഖ എല്ലാം അങ്ങാണ്. അതുകൊണ്ട് ഭഗവാനെ, ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരാണോ നമ്മള്? ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളപ്പോ ആശ്രയമറ്റവരാണോ നമ്മള്? അല്ല. നമുക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ തല ചായ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തോള് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആ കൂടെയുള്ള ആ ഭഗവാനെ നമ്മൾ ആശ്രയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ എപ്പോഴും നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗുരുവാശ്രയം എടുക്കണം. ഗുരുവാശ്രയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഗുരു നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. എപ്പോഴും നാമജപത്തിൽ നമ്മൾ മുഴുകണം. എന്നിട്ടോ ആ നാമജപത്തിൽ മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തിരസം നമ്മളിൽ ഉണ്ടാവും. ഭക്തിരസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് മുക്താവസ്ഥ കിട്ടും. അതിന് നമ്മളെ വെറുതെ ഇത്രയും ത്രൈലോകിനാഥനല്ലേ ഭഗവാനെ, ആ ഭഗവാനെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നമുക്കങ്ങ് കിട്ടുമോ? ഇല്ല, കുറച്ച് കഷ്ടപ്പെടണം. അസുരന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ട് അവര് തപസ് ചെയ്യുന്നുള്ള. പക്ഷെ അവർക്ക് ആ വരദാനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം അഹങ്കരിക്കുന്നു. ആ അഹങ്കാരം അവര് പിന്നെ
താപ്പോട്ട് കൊണ്ടുവരുന്നതിനുള്ളത്. അവരുടെ സർവനാശത്തിനും കാരണം ആരാ? നമ്മുടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാ. നമുക്ക് അഹങ്കാരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സർവനാശം ഉണ്ടായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെയോ ധ്യാന ജപാദികൾ ചെയ്യണം. അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം ദയയും കൂടാതെ സത്കർമ്മം ചെയ്യാൻ കഴിയില്ല. ദയ വരും, ഓട്ടോമാറ്റിക് നമുക്ക് ഭക്തി വന്നു കഴിഞ്ഞാൽ ദയ വരും. നമുക്ക് ഒരു ഒരു ക്രൂരതയും നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാതെയുള്ള ആ ഒരു സ്ഥിതി വരും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒട്ടലിൽ ഇപ്പൊ നമുക്ക് താമരപ്പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയിൽ ആ താമരപ്പൂ വളരുന്നേന്നുള്ളതാണ്. പക്ഷെ ആ താമരപ്പൂ എടുത്തു നോക്കി പോലും പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെളിയുമായിട്ട് എന്തെങ്കിലും ഒരു സംഘം ഉണ്ടോ? ഇല്ല, ഇല്ലേ? അതേപോലെ ചേമ്പിന്റെ ഇലയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിലയിൽ ഒരു ശകലം പോലും വെള്ളം കാണത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ വേണം. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷെ അതിനകത്ത് മാത്രം മുഴുകി നമ്മൾ ജീവിക്കരുത്. ആ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളെപ്പോഴും ഭഗവാന്റെ ആ നാമത്തിലായിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2, 3, 4 മണിക്കൂർ ജോലി ചെയ്ത് എന്നാലും രാവിലെ ചില അമ്മമാരുണ്ട്, രാവിലെ അടുക്കള കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി ഒരു 3 മണിയായാലും തീരില്ല. പക്ഷെ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് ഒന്ന് കുളിച്ചു പോവുക, നല്ല ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ പൂജാമുറി കയറി ഒന്ന് എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞു വെച്ചു, അത് മതി. എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞു വെച്ചു അവിടെ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ടല്ലോ, അടുക്കളയിൽ കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നാമം ജപിച്ചോളൂ. നമ്മൾ ഈ ബാക്കിയുള്ള അമ്മമാരൊക്കെ 4 മണി വരെ നിന്ന് ചെയ്യുന്ന ജോലി നമുക്ക് അതെന്നുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേ തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത്രയൊക്കെ നമുക്ക് സ്പീഡും കിട്ടും. നമ്മൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര അത്ഭുതം വന്നിട്ടുണ്ടെന്നുള്ളതാ. 9:30 ഞാൻ ക്ലാസ്സിന് പോകും. പക്ഷെ ഇതിനകത്ത് നാസ്തയും ഉണ്ടാക്കി വീട്ടിലെ ജോലികൾ സകലതും ചെയ്ത് ആ 9:30 ക്ലാസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 ഞാൻ ക്ലാസ്സിന് എത്തും എന്നുള്ളതാ. പക്ഷെ എന്നാൽ എല്ലാ ദിവസവും ചെയ്യുന്നതിനേക്കാളും വളരെ കുറേയും കൂടി പെർഫെക്റ്റ് ആയിരിക്കും. അന്നത്തെ കൂട്ടാനൊക്കെ കുറച്ചുകൂടി രുചി കൂടുമെന്നുള്ളത്. എന്താ അതാ ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് ആ ഭഗവാന്റെ ആ സാന്നിധ്യം, ആ പോസിറ്റീവ് എനർജി നമ്മളിൽ നിറയുവാണെന്നുള്ളതാണ്. ആ പോസിറ്റീവ് എനർജി നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്നതെല്ലാം അങ്ങ് പെർഫെക്റ്റ് ആയി പോകും എന്നുള്ളത്. പണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടന്ന സംഭവം. ഒരു ഇസ്കോൺ ഡിവോട്ടി CA പഠിക്കുമായിരുന്നു. CA പഠിച്ചു അങ്ങനെ എത്ര ആയനെങ്കിൽ CA പാസ്സാവുന്നില്ല. എന്താ കണ്ടിമാലയൊക്കെ കഴുത്തിലുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഒരു ഫാക്ടറിയില് അല്ല ഒരു ഓഫീസിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോയി. അങ്ങനെ വിചാരം എന്തോ ഇത് കിട്ടാനൊന്നും പോകുന്നില്ല. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇതൊന്നുമില്ല, എന്റെ CA പരീക്ഷ പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ഓഫീസിൽ ഇന്റർവ്യൂവിന് പോകുന്നത്. ആ ഓഫീസിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഒക്കെ ഇരിക്കുന്നു. ഇദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കുന്നു. ഇന്റർവ്യൂ എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. അന്നേരം ഇദ്ദേഹം ദീക്ഷ കിട്ടിയ ആളാണ്. എന്നിട്ട് പേര് ഗൃഹസ്ഥാശ്രമത്തിലെ പേര് തന്നെ പറയുന്നുണ്ട്. എന്റെ പേര് ഗൃഹസ്ഥാശ്രമത്തിലെ അംബികാ നായർ എന്നായിരുന്നു. പക്ഷെ ദീക്ഷ കിട്ടി കഴിഞ്ഞപ്പോ അച്യുത ലീലാദേവി ദാസിന്ന് ആ പേര് മാറും. ഇദ്ദേഹത്തിന്റെ ഗൃഹസ്ഥാശ്രമത്തിലെ പേര് പറഞ്ഞു. പക്ഷെ അന്നേരം അവിടെ ഇരുന്ന് ഒരാളാണെന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങളുടെ ഇപ്പോഴത്തെ പേര് പറയൂ. നിങ്ങളിപ്പം ഗൃഹസ്ഥാശ്രമി അല്ലല്ലോ, നിങ്ങളെ ഇപ്പോഴത്തെ പേര് പറയൂ, ദീക്ഷ കിട്ടിയതിന് ശേഷമുള്ള പേര് പറയൂ എന്ന് പറയും. അദ്ദേഹം അങ്ങ് അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാ. ദീക്ഷ കിട്ടിയതിന് ശേഷമുള്ള പേര് പറഞ്ഞു. പിന്നെ ഏത് അമ്പലത്തിലെ ഏത് കൗൺസിലറുടെയാണ്, അങ്ങനെയൊക്കെ അദ്ദേഹം. പിന്നെ ബാക്കി എല്ലാ ഇന്റർവ്യൂ അവിടെ നിന്നു. പക്ഷെ ഇതിൽ മാത്രമായി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഹോപ്പും ഇല്ലാതെ, ഒരു പ്രതീക്ഷയില്ലാതെ പോയ അദ്ദേഹത്തിന് ആ ജോലി അവിടെ കിട്ടിയെന്നുള്ളതാണ്. എന്താ അവിടുത്തെ ബോർഡ് ഓഫ് മെമ്പേഴ്സിന് അതിന്റെ ഓണർ എന്ന് പറഞ്ഞ ഇസ്കോൺ ഡിവോട്ടിയായിരുന്നു. നേരെ ഒരു ഇസ്കോൺ ഡിവോട്ടിയെ കണ്ടപ്പോഴത്തേക്ക് അറിയാമല്ലോ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിംഗ് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചതിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറ്റില്ല. യഥാർത്ഥ ഒരു ഡിവോട്ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാ. വേറൊരാളെ കാലുവാരുക അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചതിച്ചിട്ട് പൈസ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറ്റത്തില്ല. അന്നേരം അദ്ദേഹത്തിന്റെ കമ്പനി അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ടുള്ള ഒരു കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇസ്കോൺ ഡിവോട്ടിയെ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിന് വിചാരിച്ചതിലും കൂടുതൽ ശമ്പളത്തിൽ അദ്ദേഹത്തിനെ അവിടെ അപ്പോയിന്റ് ചെയ്തെന്നുള്ളതാണ്. ഭഗവാന്റെ കൃപ എപ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് 100% നിങ്ങളോട് പറയാൻ പറ്റും, നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഉണ്ടല്ലോ, ആ ഭക്തിരസത്തിൽ മുഴുകി നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈശ്വരൻ നമ്മോട് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആശ്രയമറ്റവരല്ല എന്നുള്ള ആ ചിന്ത കളഞ്ഞിട്ട്, എനിക്ക് എന്റെ തോളിൽ ചായിക്കാൻ എന്റെ ഭഗവാനുണ്ട്, എന്നെ പിടിച്ചോണ്ട് പോകാനെ കൊണ്ട് എന്റെ പ്രഭു മേരെ ഹാത്ത് പകർലോ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ കൈ പിടിച്ച് എന്നെ നടത്തൂ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട്
നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിച്ച പോലും നിങ്ങൾക്ക് ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റും, ആനന്ദാമൃതം ഉണ്ണാൻ പറ്റും എന്നുള്ളത്. അതങ്ങനെ ആ ആനന്ദാമൃതത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നാരായണീയത്തിന്റെ ദശകം 26 ഗജേന്ദ്രമോക്ഷത്തിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ അഞ്ച് ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ 5 ശ്ലോകത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഇന്ദ്രദമ്നൻ എന്ന് പറയുന്ന ഒരു പാണ്ഡ്യ ഖണ്ഡാതിരാജ എന്ന് പറഞ്ഞ ഒരു പാണ്ഡ്യരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തപസ്സിലിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് കുംഭോദ്ഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യമുനി അവിടെ വന്നു. ആ അഗസ്ത്യമുനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നത് രാജാവ് യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. പക്ഷെ അഗസ്ത്യമുനി എന്താ വിചാരിച്ചത്? എന്നെ കണ്ടിട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുലുക്കവും ഇല്ലാതെ ഇവൻ ഇരിക്കുന്നുണ്ടല്ലോ, ആദിത്യ മര്യാദ പോലും കാണിക്കുന്നില്ലല്ലോ. ആദിത്യ മര്യാദയുടെ കാര്യം പറയുമ്പോഴേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും ചോദിക്കില്ല. അതേസമയം നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം വെക്കുന്നതെന്നുള്ളതാ. പക്ഷെ ആദിത്യ മര്യാദ നോർത്ത് ഇന്ത്യൻസിനോട് കടപിടിക്കാൻ ഒരിക്കലും കേരളക്കാരെ പറ്റില്ല. ഒന്ന് വേണോ അല്ലെങ്കിൽ ഒരു ചായ വേണോന്ന് പോലും ആരും ചോദിക്കില്ല എന്നുള്ളതാ. എന്താ അവിടുത്തെ സംസ്കാരം മൊത്തം പോയിക്കൊണ്ടേ ഇരിക്കുക. അതൊക്കെ തിരിച്ചു വരണം നമുക്ക്. എന്നിട്ട് എന്തായി? അഗസ്ത്യമുനിയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രദ്യുമ്ന മഹാരാജനെ ശപിക്കുന്നു. ശപിച്ച് നീ അനങ്ങാതിരിക്കുന്നവനല്ലേ, പാറ പോലെ ഇളകാതിരിക്കുന്നത് കൊണ്ട് നീ ഒരു ആനയായിപ്പോട്ടെ എന്ന് ശപിക്കുന്നു. പക്ഷെ ഭഗവാന്റെ ഭക്തനാണ് ഇന്ദ്രദ്യുമ്ന മഹാരാജ. അതുകൊണ്ട് എന്താ ഭഗവാൻ ചെയ്തത്? ആ ആനകളുടെ രാജാവായിട്ട് ഇദ്ദേഹത്തെ ആക്കി തീർത്തു. എന്നിട്ട് വളരെ മതിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി ജീവിച്ചു. പിടിയാനകളോടൊപ്പം കുട്ടിയാനകളോടൊപ്പം ഗജേന്ദ്രന് ഗജങ്ങളുടെ രാജാവായിട്ട് അദ്ദേഹം വാഴുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കല് എന്താ പറ്റുന്നത്? ഭയങ്കര വരൾച്ച വരുന്നു. വരൾച്ച വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കാട്ടിൽ നിന്നിറങ്ങിയിട്ട് ആണെന്നുണ്ടെങ്കിൽ പൊയ്ക തേടി വരുന്ന സമയത്ത് നല്ലൊരു പൊയ്ക കാണുന്നു. പൊയ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകം കാണുന്നു. ആ തടാകത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നു. വെള്ളം കുടിച്ചു, ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തേവി ഒക്കെ കളിച്ച് എല്ലാവരോടും വളരെ സന്തോഷമായിട്ട് അതിനകത്ത് കുറെ സമയം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് എന്താ പറ്റുന്നത്? ആനകളെ കൊച്ചാനകളെ എല്ലാം, ആനക്കുട്ടികളെ എല്ലാം ഗജേന്ദ്രൻ കരയ്ക്ക് കയറ്റിയിട്ട് ഗജേന്ദ്രൻ അവിടെ ഇവരെ എല്ലാം നിയന്ത്രിച്ച് കരയ്ക്ക് കയറ്റിയും വെച്ച് അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയം നോക്കുന്ന സമയത്ത് കാലയിൽ എന്തോ പിടിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നില്ല എന്താ പിടിച്ചിരിക്കുന്നതെന്നുള്ളത്. അങ്ങനെ വളരെ ആനയല്ലേ, ആ ബലം മൊത്തം എടുത്തിട്ടും കാല് പിടിയിക്കാൻ നോക്കുന്നു. പക്ഷെ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിടിയാനകളും പിന്നെ ബാക്കി ആനകളും എല്ലാം വന്നിട്ട് ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ അവരെ കൊണ്ട് പറ്റാതെ വന്നപ്പോ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് അവരുടെ പാട്ടിന് പോയെന്നുള്ളതാണ്. അങ്ങനെ ഗജേന്ദ്രൻ ഒരു സംവത്സരക്കാലം മൊത്തമാണെന്നുണ്ടെങ്കിൽ ആ പൊയ്കയില് ഈ നക്രവും ഈ മുതല് ഗജേന്ദ്രനും കൂടെ മൽപ്പിടുത്തം നടന്ന് രണ്ടുപേർക്കും ഒരു രക്ഷയില്ല. അവസാനം ഗജേന്ദ്രന് മനസ്സിലായി ഞാൻ മുങ്ങിച്ചാവാൻ പോവുകയാണ്, മുങ്ങി പോവുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് പണ്ടത്തെ ആ ഓർമ്മയുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്താ ഭഗവത് സ്മൃതി വന്നു എന്നുള്ളത്. ആ സ്മൃതി വന്ന സമയത്ത് ഭഗവാനെ അങ്ങല്ലാതെ എനിക്കൊരു ആശ്രയം ആരുമില്ലേ എന്നുള്ള രീതിയിൽ ആ പൊയ്കയിൽ നിന്ന് ഒരു താമരപ്പൂ പറിച്ചിട്ട് ആ താമരപ്പൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ആ താമരപ്പൂ ഭഗവാന്റെ വൈകുണ്ഠത്തിൽ ചെല്ലുന്നു. ആ വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭഗവാൻ എന്റെ ഭക്തൻ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗരുഡന്റെ പുറത്ത് അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇവിടെ വരുന്നു. വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതായിരുന്നു അവിടെ 5 പേരെ കണ്ടത്. ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവന് ദേവല മഹർഷിയുടെ ശാപത്താലാണെന്നുണ്ടെങ്കിൽ ഈ നക്രമായി വന്നത്. മനസ്സിലായി പറഞ്ഞത്? നക്രം എന്ന് പറഞ്ഞാൽ മുതലയായിട്ട് അവിടെ വന്നത്. അങ്ങനെ ആദ്യം ഈ മുതലയ്ക്കാണ് അദ്ദേഹം ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്റെ ചക്രം എറിഞ്ഞിട്ട് മുതലേ ശാപമോശം കൊടുക്കുന്നു. മുതലേ അല്ലായിരുന്നല്ലോ, ഗന്ധർവനല്ലേ. ഗന്ധർവൻ ഭഗവാനെ സ്തുതിച്ചിട്ട് തന്റെ ലോകത്തേക്ക് പോകുന്നു. അവിടെ വരെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 6-മത്തേത്. ദുർനിരോധം യുത്തന്തം സംവത്സരാണ സഹസ്ര പ്രാപ്തേ കാലേ ഏകാഗ്രസിദ്ധേ നക്രാക്രാന്തം ഹസ്തിവര്യം ദദാസ്ത ത്വത്സേവായ വൈഭവാ ദുർനിരോധം യുത്തന്തം സംവത്സരാണ സഹസ്ര
പ്രാപ്തേ കാലേ ത്വത്പദേ ഏകാഗ്രസിദ്ധ്യേ നക്രാക്രാന്തം ഗസ്തിവൈര്യം ദദാസ്താം ത്വത്സേവായ വൈഭവാ ദുർനിരോധ യുത്തന്തന്തം വത്സരാണാ സഹസ്ര പ്രാപ്തേ കാലേ ത്വത്പദേ ഏകാഗ്രസിദ്ധ്യേ നക്രാക്രാന്തം ഗസ്തിവൈര്യം ദദാസ്ത നക്രാക്രാന്തം ഗസ്തിവൈര്യം ദദാസ്ത സേവായ വൈഭവാ ദുർനിരോധം യുത്തന്തന്തം വത്സരാണ സഹസ്രം പ്രാപ്തേ കാലേ ത്വത് പദൈക ഏകാഗ്രസിദ്ധ്യേ നക്രക്രാന്തം ഹസ്തിവര്യം വ്രതാസ്തം വ്രതാസ്തം. വായിച്ചോളൂ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കൂ. ഹരേ കൃഷ്ണ വരാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്സേവായ വൈഭാവ ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണ സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈക. ഹരേ കൃഷ്ണ. പ്രാപ്തേ കാലേ ത്വത്പദൈ ഏകാഗ്രസിദ്ധൈ നഖാകാന്തം ഹസ്തിവര്യം വൃതാസ്ത്വം. ഹരേ കൃഷ്ണ. ഏകാഗ്രമായിട്ട് അവിടെ മനസ്സിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തി ഇത് ചെയ്തു. ഏകാഗ്രം മനസ്സിലായോ? അതൊന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വായിക്കണം. വായിച്ചാൽ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ത്വത്സേവായ വൈഭവ ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദേ ഏകാഗ്രസിദ്ധൈ നക്രാക്രാന്തം ഹസ്തിവീര്യം യഥാസ്ത്വം. ഹരേ കൃഷ്ണ. ത്വത്പദൈക ഏകാഗ്ര വേണമെന്നുണ്ടെങ്കിൽ മേളിൽ ചേർത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഓർമ്മ വരത്തില്ല. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈഭവാത് ദുർനിരോധം യുക്ത്യന്തം തം വത്സരാണം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈ ഏകാഗ്രസിദ്ധൈ നക്രാക്രാന്തം ഹസ്തിവര്യം വൃതാസ്ത്വം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഒരാളൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ. ത്വത്സേവയാ വൈഭവാത് ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈ ഏകാഗ്രസിദ്ധൈ നക്രാക്രാന്തം ഹസ്തിവരം വൃതാസ്തം. വെരി ഗുഡ്. ത്വത്സേവായ വൈഭവ ദുർനിരോധം. ഭഗവത് ഭക്തിയായിട്ട് ത്വത് സേവ എന്ന് പറഞ്ഞ അങ്ങയുടെ സേവയുടെ വൈഭവത്തില് അങ്ങനെ എത്ര വർഷം പോയി? സഹസ്ര വർഷം. 1000 കൊല്ലക്കാലമാണ് എതിർത്ത് നിന്നത് ആ ഗജേന്ദ്രന്. ആരുമായിട്ട്? മുതലയാട്ടം എന്നുള്ളതാ. ഇന്നലെ ഞാൻ പറഞ്ഞത് 1000 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യയുഗത്തിലെ കാര്യമായത് അവർക്ക് 1,00,000 വർഷമായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് തോന്നും. 1,00,000 വർഷമായിരുന്നു അവിടെ ആയുസ്. അതുകൊണ്ട് ഈ 1000 വന്നേ. പ്രാപ്തേക്കാലേ ത്വത്പദേ ഏകാഗ്രസിദ്ധി. എന്നിട്ട് എന്താ പറ്റിയത്? ഇന്ദ്രദുപ്നി മഹാരാജ് ആയിരുന്നല്ലോ, ഭക്തനായിരുന്നല്ലോ. ആ ഭഗവത് ഭക്തിയുടെ മഹിമ ഉടനെ ഓർമ്മയിൽ വന്നു എന്നുള്ളതാ. ആ ഭഗവാൻ അല്ലാതെ എനിക്ക് വേറൊരു ആശ്രയമില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ തൃപ്പാദത്തെ ഞാൻ ഇനി ആശ്രയിക്കുക. ഇതുവരെ ഞാൻ എല്ലാം എന്റെ സ്വന്തം കഴിവുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷ നേടാൻ നോക്കി. ദ്രൗപദി അങ്ങനെയല്ലായിരുന്നു. വസ്ത്രാക്ഷേപ സമയത്താണെന്നുണ്ടെങ്കിൽ എന്നാ 5 പതിമാരായിരുന്നു അവർക്ക്. പക്ഷെ ആ പതികളോട് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ആരെങ്കിലും ഇങ്ങനെ എല്ലാവരും തല താഴ്ത്തി ഇരിക്കുകയായിരുന്നു. പിന്നെയോ ഭീഷ്മരെ പിതാമഹനാണ്. ഭീഷ്മരോട് പറഞ്ഞു, ദ്രോണരോട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന സദസ്സിലെ എല്ലാ മഹത്തായിട്ടുള്ള വ്യക്തികളോടും അപേക്ഷിച്ചു, എന്നെ രക്ഷിക്കൂ എന്ന്. പക്ഷെ ആദ്യം എങ്ങനെയാ? സ്വയം സാരി ഇങ്ങനെ പിടിച്ചിട്ട് സ്വയം രക്ഷ ചെയ്യാൻ നോക്കി. പിന്നെ ഇവരുടെ എല്ലാം ഹെൽപ്പ് ചോദിച്ചു. പക്ഷെ പറ്റിയില്ല. അവസാനമാണ് ഈ കൈ 2 ഉയർത്തി, എന്നെ കൊണ്ട് ഒരു രക്ഷയില്ല ഭഗവാനെ, അങ്ങല്ലാതെ എനിക്കൊരു ആശ്രയം ആരുമില്ല, ഗോവിന്ദ ഗോപാല എന്നുള്ള എല്ലാം മറന്ന് ഭഗവാനെ വിളിച്ച സമയമാണ്. ഭഗവാൻ നോക്കെ ഏത് രൂപത്തിലാ വന്ന്, ഏത് രൂപത്തിലും ഭഗവാനെ ഭക്തരുടെ രക്ഷയ്ക്ക് വരുമെന്നല്ലേ നമുക്ക് ഇതിൽ നിന്ന് കാണുന്നെന്നുള്ളതാ. അങ്ങനെ ഈ ഗജേന്ദ്രനും അതേപോലെ 1000 സംവത്സരം എന്ത് ചെയ്തു? താൻ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പണിഞ്ഞു നോക്കി. പക്ഷെ ഒരു രക്ഷയില്ലാതെ വന്ന സമയത്ത് പണ്ടത്തെ ആ ഭഗവത് ഭക്തിയുടെ ഓർമ്മ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്ത് മുതല് ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്.
ത്വത്സേവായ വൈഭവാത് ദുർനിരോധം യുദ്ധന്തന്തം വത്സരാണ സഹസ്രം. അങ്ങയുടെ സേവയുടെ ആ വൈഭവത്തില് എന്താ 1000 കൊല്ലം യുദ്ധം ചെയ്തു അവനോട്. ആരോടെയാ? മുതലയോട്. പ്രാപ്തിക്കാലെ ത്വത്പദേ ഏകാഗ്രസിദ്ധി. അങ്ങ് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. എന്നിട്ട് അങ്ങയുടെ ഏകാഗ്രസിദ്ധി ഏകാഗ്രമായി മനസ്സിനെ ഏകാഗ്രമായിട്ട് അങ്ങയിൽ അഭയം പ്രാപിച്ചു. ആ സമയത്താണ് ഭഗവാന് ഉടനെ വരുന്നെന്നുള്ളത്. നമ്മുടെ ശക്തി കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് വരുക എന്നുള്ള പൂർവ്വസ്മരണ കൊടുത്തു ഉടനെ ഭഗവാൻ അവിടെ എന്നുള്ളത്. എന്നിട്ട് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. അതാണ് ഈ പറയുന്നത്. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാന ഭക്തി ശുണ്ടോ ക്ഷിപ്തേ പുണ്ടരീകേ സമർച്ചേ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠ സോത്ര ശ്രേഷ്ഠം സോന്യഗാദി പരാൽമന്നേ. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാന ഭക്തി ശുണ്ടോ ക്ഷിപ്തേ പുണ്ടരീകേ സമർച്ചേ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠ സോത്ര ശ്രേഷ്ഠം സോന്യഗാദി പരാൽമന്നേ. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാന ഭക്തി ശുണ്ടോ ക്ഷിപ്തേ പുണ്ടരീകേ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠ സോത്രേ ശ്രേഷ്ഠം സോനഗാദി പരാത്മേൻ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. അവിടെ എഴുതിക്കോളൂ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. എഴുതിക്കോളൂ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. വിളിക്കുന്നത് ആ താമരപ്പൂ ചുഴറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ ആ സ്തുതിക്കുന്നതാണ് അത്. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ടോ ക്ഷിപ്തേ പുണ്ടരീകേ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠ സോത്ര ശ്രേഷ്ഠം സോനഗാദി പരാൽമിൻ. സോത്ര ശ്രേഷ്ഠം സോനഗാദി പരാൽമിന്നെ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണജി. ഓം നമോ ദേവായ ശ്രോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാധീർനാഹമിത്യാപ്രായതേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗ സാക്ഷാരൂഢ പ്രക്ഷിതോ ആപോ പുരസ്താത്. ഹരേ കൃഷ്ണ. നാരായണ ഏഴാമത്തെ വായിക്കൂ. ശ്ലോകം മാറിപ്പോയി. പ്രാർത്ഥന ജ്ഞാനഭക്തി. ശ്ലോകം മാറിപ്പോയി. ഏഴാമത്തെ വായിക്കേ. ആർത്തി വ്യക്ത പ്രാപ്തനക്തഭക്തി ശുണ്ടാധിക്ഷിപ്തേ പുണ്ടരീകേ സർമർച്ചാൻ പൂർവാഭ്യാസം നിർവിശേഷ്ടാത്മനിഷ്ഠം സ്വസ്ത്രേ ശ്രേഷ്ഠ സോ അന്യഗാദി പരമാൻ. നാരായണ ഭഗവാൻ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറൊരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ രാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാന വ്യക്തി ശുണ്ടോക്ഷിപ്തേ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്ര ശ്രേഷ്ഠം സ്വന്യഗാദി പരാത്മൻ. നാരായണാഖില ഗുരു നമസ്തേ. ഹരേ ഭഗവൻ നമസ്തേ. ഭഗവൻ നമസ്തേ. അത് എഴുതിക്കോളൂ കേട്ടോ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഭഗവൻ നമസ്തേ. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ആള്. ആർത്തി വ്യക്ത പ്രാക്ത അജ്ഞാനഭക്തി ശുണ്ടോക്ഷിപ്തേ പുണ്ടരീകേ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്ത്രോത്രശ്രേഷ്ഠം സോ അന്വഗാദീത് പരമാത്മൻ. നാരായണാഖിലോ നമസ്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറൊരാളോട് ഒരു പ്രവചിയോട് വായിക്കൂ. ഹരേ കൃഷ്ണ. പ്രാക്തനജ്ഞാനഭക്തി ശുണ്ടോർക്ഷിപ്തേ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സ്വാത്മഗാദിൽ പരാത്മൻ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ആർത്തി വ്യക്ത പ്രാർത്ഥന ജ്ഞാനഭക്തി. ഹേ പരമാത്മാവായ ഗുരുവായൂരപ്പ, പീഡ വർത്തിച്ചപ്പോൾ എന്താ പറ്റിയത്?
ശുണ്ഠോക്ഷിപ്തെ പുണ്ടരീകേ സമർച്ചന. ആ ഭഗവാന്റെ ആ ജ്ഞാനഭക്തി വന്നു ഇന്ദ്രദുപ്തന്. എന്താണ് കഴിഞ്ഞ ജന്മത്തിൽ അതല്ലേ ഭഗവത് ഭക്തനല്ലായിരുന്നു. തീർച്ചയായിട്ടും ആ പൂർവകാല സ്മരണകൾ ഓടിയെത്തിയ സമയത്ത് എന്ത് ചെയ്തു? പൂർവാഭ്യസ്തം നിർവിശേഷ ആത്മനിഷ്ഠം സ്വോത്രശ്രേഷ്ഠം സോനഗാദി പരാത്മന്വേ. ആ നിർഗുണ ബ്രഹ്മപ്രതിപാദമായ ഉത്തമ സ്തോത്രത്തെ ചൊല്ലിയിട്ട് ആരാധിച്ചു ഭഗവാനെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു താമരപ്പൂ പറിക്കുന്നു. പൂർവകാല സ്മരണകൾ ഓടിയെത്തുന്നു ആനയ്ക്ക്. ഒരുപാട് നമ്മൾ സ്വയം രക്ഷിക്കാൻ നോക്കി, പക്ഷെ രക്ഷ കിട്ടുന്നില്ല. ഉടനെ ഭഗവാനല്ലാതെ എനിക്കൊരു ആശ്രയമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാന്റെ ആ തിരുനാമത്തിലാണെന്നുണ്ടെങ്കിൽ മുഴുകിയിട്ട് എന്താ ചെയ്തത്? ഭഗവാനെ സ്തുതിക്കുക ചെയ്യുന്നത്. ഒരു പൂ പറിച്ചിട്ട്, താമരപ്പൂ പറിച്ചിട്ട് ഭഗവാനെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, എന്നെ രക്ഷിക്കൂ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ആ പൂവ് ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കൾ. ഇപ്പൊ എല്ലാവർക്കും ഒരു പുതിയ എന്താ നഴ്സറി ഇതാണെന്നുണ്ടെങ്കിൽ പൂവില്ലാത്ത പിന്നെ ചെടികൾ മാത്രം വാങ്ങിച്ചു. അല്ല, പണ്ടത്തെ നമ്മുടെ തെറ്റി അല്ലെന്നുണ്ടെങ്കിൽ തുളസി, പിന്നെ മന്ദാരം, അങ്ങനെയൊക്കെയുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പൂക്കളൊക്കെ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്തോ ഒരു സന്തോഷമായിരിക്കും എന്നറിയുമ്പോൾ. ഭഗവാൻ ഭയങ്കര അലങ്കാരപ്രിയനാ. എത്ര അലങ്കാരം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ ഉണ്ടല്ലോ മതിയാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് കാണുന്നുണ്ട് ഈ ആ താമരപ്പൂവിലാണ് വെച്ചിട്ടാണ് ഭഗവാനെ അർച്ചന ചെയ്യുന്നതെന്നുള്ളതാ. ഭഗവാൻ ഉടനെ അവിടെ ഓടിയെത്തിയില്ലേ? അതേപോലെയാണ് നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീട്ടുവളപ്പിൽ വെക്കുന്ന പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ശുദ്ധമാണ്. കലികാലത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വാങ്ങുന്ന പൂക്കളൊന്നും ശുദ്ധമല്ല. എന്നാ ഏതൊക്കെ നാട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടും പിന്നെ ആരൊക്കെ പറിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മുറ്റത്ത് നിന്നോട്ട് 2 പൂ പറിച്ചിട്ട് ഭഗവാൻ വെച്ച് പോലും അത് നമുക്കൊരു സന്തോഷം, ഭഗവാനും ഒരു സന്തോഷം. ഭഗവാൻ ഭയങ്കര അലങ്കാരപ്രിയനാട്ടോ. നമ്മൾ ഭഗവാനെ അതേപോലെ നമ്മുടെ ഒരു കുടുംബാംഗം പ്രേമഭക്തി പ്രേമാഞ്ജനചൂരിത ഭക്തി വിലോചിനേന സന്ദേശദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമജിന്ത ഗുണസ്വരൂപം ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. ആ പ്രേമമാകുന്ന അഞ്ജനം നമ്മുടെ കണ്ണിൽ എഴുതിയിട്ട് ഭഗവാനെ നോക്കുപോലും. മനസ്സിലായി പറഞ്ഞത്? പ്രേമാഞ്ജനചൂരിത ഭക്തി വിലോചനേന സന്ദേശദൈവ ഹൃദയേഷു വിലോകയന്തി എന്റെ ശ്യാമന യം ശ്യാമസുന്ദരം അജിന്ത ഗുണസ്വരൂപ. ആ ശ്യാമസുന്ദരനുണ്ടല്ലോ, ഏതൊക്കെ ഗുണങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാ. അങ്ങനെയുള്ള ആ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് സ്വയം പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാ. അറിയാമോ? ബ്രഹ്മ സ്തുതിയിലാണ് പറയുന്നതെന്നുള്ളതാണ്. ആ ഒരു പ്രേമമാകുന്ന അഞ്ജനം നമ്മൾ എഴുതിയിട്ട് ഭഗവാനെ നോക്കും. ഭയഭക്തി അല്ല നമുക്ക് വേണ്ടുന്ന, പ്രേമഭക്തിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. എന്നാലേ നമുക്കുണ്ടല്ലോ അതിന്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. ഇപ്പൊ ദൂരെ ഒരാളിപ്പോ പണ്ടുള്ള കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് അച്ഛനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ നോക്കി അച്ഛന്റെ മടിയിൽ ഇരുന്നിട്ട് അച്ഛനുമായിട്ട് കുസ്തി ചെയ്യുന്നു. പക്ഷെ അവർക്ക് ആ കിട്ടുന്ന ആ ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടല്ലോ, ഒരുപക്ഷെ ഞങ്ങളുടെ ആ തലമുറയ്ക്ക് കിട്ടിക്കാണില്ല. ഭയമായിരുന്നു അച്ഛനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയമാ. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അമ്മ മുഖാന്തരമായിരുന്നു അച്ഛനോട് പറയുന്നതെന്നുള്ളതാ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് സന്തോഷത്തോടു കൂടി സ്വന്തം അച്ഛനോട് അവരുടെ ആ ഒരു സ്നേഹം, അതാണ് പ്രേമാഞ്ജനം. ഭഗവാനും അത് തന്നെയാണ് വേണ്ടുന്നത്. ആ പ്രേമമാകുന്ന അഞ്ജനം എഴുതിയിട്ട് നമ്മൾ ഭഗവാനെ സേവിക്കൂ. അതാണ് ഭഗവാനും വേണ്ടുന്നത്. അങ്ങനെ നമ്മള് ഇനി അടുത്തത് ശ്രുത്യാശ്രോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദേ നാഹമിത്യ പ്രയാദേ സർവാത്മത്വം ദൂരികാരുണ്യവേഗ താർഷാരൂഢ പ്രേഷിതോ ഭൂപുരസ്താദ്. ശ്രുത്യാശ്രോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യേ നാഗമിത്യ പ്രയാധേ സർവാത്മാത്തം ഭൂരികാരുണ്യവേഹാത് താർഷാരൂഢ പ്രേഷിതോ ഭൂപുരസ്താദ്. ശ്രുത്യാശ്രോത്രം നിർഗുണസ്ഥം സമസ്ത ബ്രഹ്മേശാദ്യേ നാഗമിത്യ പ്രയാധേ സർവാത്മാത്തം ഭൂരികാരുണ്യവേഹാത് താർഷാരൂഢ പ്രേഷിതോ ഭൂപുരസ്താദ്. ശ്രുത്യാശ്രോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യേ നാഹമിത്യ പ്രയാദേ സർവാത്മാത്തം ഭൂരികാരുണ്യവേഹാത് താർഷാരൂഢ പ്രേഷിതോ ഭൂപുരസ്താദ്. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ.
ശ്രുത്വാ ശ്രോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശ ദൈർനാഗമിത്യപ്രയാതേ സർവാത്മത്വം ഭൂരികാരുണ്യപേകാത് താർഷ്യാരൂഢ പ്രേഷിതോ പുരസ്താത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം രമ്യേശാദൈർനാഹമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാത് താർഷ്യാരൂഢ പ്രേക്ഷിതോ പുരസ്താത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ശ്രുത്വാ സൂത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശദൈർനാഹമിത്യപ്രയാതേ സർവാത്മത്വം ഭൂരികാരുണ്യവേഗ താർഷ്യാരൂഢ പ്രേക്ഷിതോ പുരസ്താൻ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരു പ്രൗഢിയോട് വായിച്ചോളൂ. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദീർനാഗമിത്യപ്രയാതേ സർവാത്മാത്വം ഭൂരികാരുണ്യവേഗാത് താർഷ്യാരൂഢ പ്രേക്ഷിതോ അപുരസ്താത്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അന്നേരം ശ്രോത്രം നിർഗുണസ്ഥം സമസ്തം നിർഗുണ പരമപ്രതിപാദമായ സ്തോത്രം ഭഗവാന് ഈ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നുള്ള ആ മന്ത്രം ജപിച്ചിട്ട് ആ താമരപ്പൂ പോകുന്നു. താമരപ്പൂ ആദ്യം ബ്രഹ്മലോകത്ത് പോകുന്നു. ബ്രഹ്മാവ് പറഞ്ഞു ഇത് എന്റെ അല്ല. കൈലാസത്തിൽ നിന്ന് ഭഗവാൻ ശിവൻ പറയുന്നു എന്റെ അല്ല, ഇത് നാമം കണ്ടില്ലേ, നാരായണ അഖില ഗുരു അല്ലേ. അതുകൊണ്ട് നേരെ ആ താമരപ്പൂവ് ഭഗവാന്റെ ആ നാമം എവിടെ ചെല്ലുന്നു? നേരെ വൈകുണ്ഠ ലോകത്തിൽ. ഞങ്ങൾ പണ്ട് അജാമിളൻ വിളിച്ചു. നാരായണ എന്നുള്ള ആ ഒരു വിളിയാണ് അജാമിളന്റെ മോശപ്രാപ്തിക്ക് കാരണമായി എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ ഇതിവിടെ ഗജേന്ദ്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നുള്ള ആ നാമത്താലാണെന്നുണ്ടെങ്കിൽ പുഷ്പ അർച്ചിച്ച് കഴിഞ്ഞ സമയത്ത് ഭഗവാൻ അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതെ വരുന്നു. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ആരെ വിളിക്കുന്നേ? ബ്രഹ്മേശാത്തെ നാഗമിത്യപ്രയാതെ. ബ്രഹ്മാവ് പറയും എന്റെ അല്ല. ഭഗവാൻ എന്താ സർവാത്മാർത്ഥം പൂരി കാരുണ്യവേകാതെ ആ കാരുണ്യം കവിഞ്ഞ് ഒഴുകുക ഭഗവാൻ എന്നുള്ളത്. ആ ഭഗവാന്റെ ഭക്തനാണ്. ഭക്തന്മാരെ രക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കടമയാണ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അവിടുന്ന് താർഷ്യാരൂഢ പ്രേക്ഷിതോഭൂ പുരസ്താത് ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷനാവുന്നു എന്നുള്ളതാണ്. ഭഗവാൻ ഗരുഡനോട് പറയുന്നു വേഗം പോരാ, വേഗം പോരാ, എളുപ്പം പൂ, എളുപ്പം പൂ, എളുപ്പം പൂ എന്ന് പറയുന്നു. അത്രയ്ക്കും ഭഗവാന് തന്റെ ഭക്തന്മാരോടുള്ള പ്രിയമായി കാണിക്കുന്ന ദയ്യ കാണിക്കുന്ന ഭക്തവത്സലനല്ലേ ഭഗവാൻ. ആ ഭക്തവത്സലന്റെ തൃപാദങ്ങൾ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കും ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഭഗവാൻ അതിനെയെല്ലാം തഴുകി കളഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് നമ്മളും ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിൽ നമ്മൾ ജീവിക്കാനുള്ള ആ അവസരം നമ്മൾ നേടണം. ഇവിടെ ഒന്ന് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എഴുതിക്കോളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷമാവുകയാണ് ഗജേന്ദ്രന് മുന്നില്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എഴുതിയോ? ഹസ്തീന്ദ്രത്വം ഹസ്തപത്മേന ധൃത്യ ചക്രേണ ത്വം നക്രവൈദ്യം ദധാരി ഗന്ധർവേസ്മിൻ മുക്തശാവേശകസ്തി ത്വത്സാരൂപ്യം പ്രാപ്യ ദീദീപ്യതേ സ്മ്യ. ഹസ്തീന്ദ്രത്വം ഹസ്തപത്മേന ധൃത്യ ചക്രേണ ത്വം നക്രവൈദ്യം ദധാരി ഗന്ധർവേസ്മിൻ മുക്തശാവേശകസ്തി ത്വത്സാരൂപ്യം പ്രാപ്യ ദീദീപ്യതേ സ്മ. ഹസ്തേന്ദ്രത്വം ഹസ്തപത്മേന ധൃത്യ ചക്രേണ ത്വം നക്രവൈദ്യം ദധാരി ഗന്ധർവേസ്മിൻ മുക്തശാവേശകസ്തി ത്വത്സാരൂപ്യം പ്രാപ്യ ദീദീപ്യതേ സ്മ. ഹസ്തേന്ദ്രത്വം ഹസ്തപത്മേന ധൃത്യ ചക്രേണ ത്വം നക്രവൈദ്യം ദധാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ ഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്യ ദീദീപ്യതേ സ്മ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവരിയം വൃതാരീം ഗന്ധർവസ്മിൻ മുക്തശാപേ സഹസ്തി തത്സാരൂപ്യം പ്രാപ്യ ദീദീപ്യതേ സ്മ. ഹരേ കൃഷ്ണ. ദീദീപ്യതേ സ്മ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ.
ഹസ്തീന്ദ്രത്വം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം ബധാരീ ഗന്ധർവേസ്മിനുക്തശാവേ സഹസ്തി തത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ വാവ്, വെരി ഗുഡ്. വായിക്കാത്ത ആൾക്കാരോട് ഒന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ. പേടിക്കണ്ടേ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരി. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്യ ചക്രേണം തം നക്രവര്യം വദാരീം ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്രീ തത്സ്വരൂപം പ്രാപ്യതേ ദീപ്തേ സ്മ. ഹരേ കൃഷ്ണ. വാവ്, വെരി ഗുഡ്. ഇനി ഒരാളോട് അതുകൊണ്ടൊന്ന് വായിക്കേ. വായിക്കാത്ത ആൾക്കാർ വായിക്കൂ. നിങ്ങൾക്ക് കിട്ടുന്നൊരു ചാൻസ് ആണ്, അത് എടുക്കൂ. തെറ്റട്ടെ, സാരമില്ല. ആരുമില്ല? കൃഷ്ണ വായിക്കോ. കൃഷ്ണ. ശ്രുദ്ധ സ്വതം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശ. അല്ലല്ല, 9 ഹസ്തീന്ദ്രത്വം. ഹരേഷ്ണ മതി. ഹസ്തീന്ദ്രത്വം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണത്വം നക്രവര്യം പ്രധാരി ഗന്ധർവേസ്മിൻ മുക്തശാവേ ഹസ്തി. ഹസ്തി എന്നല്ലേ മതി. ഹസ്തി തത്സാരൂപ്യം പ്രാപ്യ പേദിപ്യതേസു. ലൊക്കേഷൻ പേടിക്കണ്ട, ഞാൻ വായിച്ചങ്ങ് ശീലമാവും കേട്ടോ. അതിന് ഒരു പ്രവചോട് വായിക്കൂ. പ്രവചിമാരില്ലേ? വായരേ. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വൃധാരി ഗന്ധർവേ അസ്തി മുക്തശാവേ സഹസ്തി തസ്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഹരിബോൾ, വെരി ഗുഡ്. ഹസ്തീന്ദ്രത്തൻ ഹസ്തപത്മേന ധൃത്യ. എന്നിട്ട് എന്ത് ചെയ്തു? ഗജേന്ദ്രനെ ആദ്യമാണെന്നുണ്ടെങ്കിൽ, മുതലയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുതലേക്ക് ശാപമോശം കൊടുത്തു. ദേവലമുനിയുടെ ശാപം കൊണ്ടായിരുന്നു, ഗന്ധർവനായിരുന്നു ആ മുതലേക്ക് ശാപമോശം കൊടുത്തു. മുതലയാണെന്നുണ്ടെങ്കിൽ ഗന്ധർവൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് ഗന്ധർവലോകത്തേക്ക് പോകുന്നു. അടുത്തതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഹസ്തീന്ദ്രത്തം ഇന്ദ്രവടി എന്ത് ചെയ്തു? ഗജേന്ദ്രനെ തന്റെ തൃക്കൈ കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹസ്തപത്മേന ധൃത്യ ചക്രേണ നക്രവര്യം വദാര്യ മുതലേ ചക്രം കൊണ്ട് പിളർന്നിട്ട് എന്നിട്ട് ആ ഗന്ധർവനെ ശാപമോശത്തെ അസ്മിൻ ഗന്ധർവേ മുക്തശാവേ, ഗന്ധർവനെ ശാപമോശത്തിൽ നിന്ന് മുക്തനായി. എന്നിട്ടോ സ ഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്തി ദേദീപദസ്മ. ആനയൊക്കെ ഭഗവത് സമാനമായ ദിവ്യരൂപം പ്രാപിച്ചവനായിട്ട് പോയി എന്നുള്ളതാണ്. എന്താ? ആദ്യം മുതലേക്ക് ശാപമോശം കൊടുത്തിട്ട് ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗജേന്ദ്രനെ തന്റെ ലോകത്തിലേക്ക്, വിഷ്ണു വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക ചെയ്യുന്നതെന്നുള്ളതാ. എന്താ? വൈകുണ്ഠത്തിലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ഭഗവാന്റെ തന്നെ രൂപം കിട്ടും. ചതുർഭുജധാരികളായിട്ടാണ് അവിടെയുള്ള എല്ലാവരും ഭഗവാന്റെ സേവ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ആ ഗജേന്ദ്രൻ ചതുർഭുജധാരിയായിട്ട് ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗരുഡന്റെ പുറത്ത് വെച്ചിട്ട് ഗജേന്ദ്രനെ വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാ പറയുന്നത്. ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ഒരു അല്ലലുണ്ടോ? ഇല്ല, ഓരോ ഉഴലും വരില്ല എന്നുള്ളതാണ്. ഏതത് വൃത്തം ദാഞ്ചമാഞ്ച പ്രകേയോ. ഏതത് വൃത്തം എഴുതിക്കോളൂ കേട്ടോ. ഏതത് വൃത്തം ദാഞ്ചമാഞ്ച പ്രകേയോ ഗായേ സ്വയം ഭൂയസേ ശ്രേയസേ ശാദേ ഇത്യുക്തൈനം തേന ശാർദം ഗതസ്ഥ ദിഷ്ണം വിഷ്ണു പാകിപാദാലയേശ. ഏതത് വൃത്തം താം ച മാം ച പ്രകേയോ ഗായേ സ്വയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്തൈനം തേന ശാർദം ഗതസ്ഥം ദിഷ്ണം വിഷ്ണു പാകിപാദാലയേശ. ഏതത് വൃത്തം താം ച മാം ച പ്രകേയോ ഗായേ സ്വയം ഭൂയസേ ശ്രേയസേ ശാദേ ഇത്യുക്തൈനം തേന ശാർദം ഗതസ്ഥ ദിഷ്ണം വിഷ്ണു പാകിപാദാലയേശ. ഹേ ഹരിയേ നമ. ശ്രീ പൊന്നു ഗുരുവായൂരപ്പ ശരണം. എഴുതിക്കോളൂ. ഹേ ഹരിയേ നമ.
ശ്രീ പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഹേ ഹരയേ നമ. ശ്രീ പൊന്നു ഗുരുവായൂരപ്പ ശരണം. വായിക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഹരേ കൃഷ്ണ. ഏതത് വൃത്തം താം ച മാം ച പ്രകേയോ ഗായത് സോയം ഭൂയസേ ശ്രേയസേ സാത് ഇത്യുക്തം തേന സാർത്ഥം ഗതസ്തം ദീക്ഷണ്യം വിഷ്ണു പാഹി പാതാലേശേ. ഹേ ഹരേ ഇത്യുക്തൈനമേ തായുണ്ട് കേട്ടോ. ഇത്യുക്തൈനം തേന സാർത്ഥം ഗതസ്തം. ഹരേ നമ. ഹേ പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതത് വൃത്തം താം ച മാം ച പ്രകേയോ ഗായേത് സ്വയം ഭൂയസേ ശ്രേയസേ സ്വാത് ഇത്യുക്തൈനം തേന സാർത്ഥം ഗതസ്ത്വം ദിഷ്ണം വിഷ്ണോ പാകി പാതാലയേശ. ഹേ ഹരേ നമ. ഹേ ഹരയേ നമഃ. ശ്രീ പൊന്നും ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതത് വൃത്തം ത്വം ച മാം ച പ്രയോഗേ ഗായേ സോയം ഭൂയസേ ശ്രേയസേ സ്വാത് ഇത്യുക്തൈനം തേന സാധം ഗതസ്ത്വം കൃഷ്ണം വിഷ്ണു ഭാഗ്യപാതാലയേശ. ഹേ ഹരേ ശരണം. പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. ശ്രീ പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഹേ ഹരേ നമ. ശ്രീ പൊന്നു ഗുരുവായൂരപ്പ ശരണം. നീ വായിക്കൂ. ഹരേ കൃഷ്ണ. ഇപ്പോഴത്തെ ആൾക്കാരോട് വായിക്കേ. ഏതേ വൃത്തം ത്വം ച മാം ച പ്രകേയോ ഗായേ സോ അയം ഭൂയസോ ശ്രേയസേ സ്യാത് ഇത്യുക്തൈനം തേന സാർദ്ധം ഗതസ്ത്വം ദീക്ഷ്ണം വിഷ്ണു പാഹി വാതാലയേശ. ഹേ ഹരിയേ നമ. ശ്രീ പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. നീ ഒരു പ്രവചിയോട് വായിക്കേ. തണുപ്പത്തെല്ലാരും ഉറഞ്ഞു പോയോ? ഏതദ്വൃത്തം താഞ്ചമാഞ്ച പ്രകേയോ ഗായേ സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്തൈനം തേന സാർത്ഥം ഗതസ്തം ദിഷ്ണം വിഷ്ണു പാകി വാതാലയേശ. ഹേ വിഷ്ണു, ഹേ വാതാലയേശ, എന്താ ചെയ്യണ്ടേ? എന്നെയും കൂടി അങ്ങ് രക്ഷിക്കണമേ എന്നാ പറയുന്നത്. അങ്ങനെ ഭഗവാൻ എന്താ പറഞ്ഞത്? ഗജേന്ദ്രന് പിന്നെ അനുഗ്രഹം കൊടുക്കുന്നു. എന്താ? ഏതദ്വൃത്തം താഞ്ചമാഞ്ച പ്രകേയോ. ആര് ഇത് ഈ കഥ നിന്നെയും എന്നെയും പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നുവോ, ഗായേത് പ്രകീർത്തിക്കുന്നുവോ, സ്വയം ഭൂയസേ ശ്രേയസേ സ്യാത്. അവരെന്താവും? ഉത്തമമായ ശ്രേയസ്സുള്ളവരാകും. ഗജേന്ദ്രമോക്ഷം ഭാഗവതത്തിലുണ്ട്. അത് ദിവസവും വായിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗജേന്ദ്രമോക്ഷത്തിന് ഈ ദശകം എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാലും നല്ലതാണ്. ഭഗവാൻ സ്വയം ഗജേന്ദ്രനോട് പറഞ്ഞതാണ്, നിന്നെയും എന്നെ പറ്റിയുമുള്ള ഈ കഥകൾ പ്രകീർത്തിക്കുന്ന ആരുണ്ടാവോ അവർക്ക് പരമമായിട്ടുള്ള ശ്രേയസ് കിട്ടുമെന്നുള്ളത്. ഇക്തിത്തൈനും തേന സാർത്ഥം ഗതസ്തം. എന്നിട്ട് എന്താ ചെയ്തത്? ഭഗവാനെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോയി. എവിടേക്ക് കൊണ്ടുപോയി? വൈകുണ്ഠത്തിലേക്ക് ഗജേന്ദ്രനെയും കൂടി കൊണ്ടുപോയി. അങ്ങനെയുള്ള ദിഷ്ണം വിഷ്ണു പാഹി വാതാലേശ. അങ്ങനെയുള്ള ആ വിഷ്ണുവെ, ഗുരുവായൂരപ്പ, സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള ഗുരുവായൂരപ്പ എന്താ ചെയ്യേണ്ടത്? എന്നെയും രക്ഷിക്കണമേ. ഹേ വാതാലേശ ദിഷ്ണം വിഷ്ണു, സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടുള്ള ഗുരുവായൂരപ്പ എന്താ എന്നെയും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം മനസ്സിലായി കഴിഞ്ഞു. രണ്ടുപേർക്ക് ഇവിടെ ശാപമോക്ഷം കിട്ടിയത്. ആർക്കൊക്കെയാണ്? മുതലയ്ക്കും പിന്നെ ഗജേന്ദ്രനും. അവർക്ക് രണ്ടുപേർക്ക് ശാപമോക്ഷം ഭഗവാൻ ഈ കഥയിൽ ഈ ദശകത്തിൽ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗജേന്ദ്രന്റെ ആ ഒരു മഹാഭാഗ്യം നോക്കൂ. ഭഗവാൻ അതാ പറയുന്നത്. ഗജേന്ദ്രന് രാജാവായിരുന്നു. ഇന്ദ്രദ്വൻ എന്ന് പറയുന്ന രാജാവിന് പക്ഷെ ശാപം കിട്ടിയത് അതെന്തായി? ഇൻഡയറക്റ്റ് ഒരു അനുഗ്രഹമായിട്ട് വന്നു എന്നുള്ളത്. പരീക്ഷത്തിന് അങ്ങനെയല്ലേ? ശാപം കിട്ടിയിട്ട് പരീക്ഷത്തിന് എന്താ 7 ദിവസത്തില് ഭാഗവത സപ്താഹം നടത്തി സുഗമഹർഷി ഭാഗവതം മൊത്തം കഴിച്ചു കഴിഞ്ഞപ്പോഴെന്താ
ആ പരീക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ മോശം കിട്ടിപ്പോയി എന്നുള്ളത്. അതേപോലെ ഇൻഡയറക്റ്റ് അതുകൊണ്ട് എന്താ നമുക്ക് ഭാഗവത സപ്താഹം കിട്ടിയെന്നുള്ളതാണെന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പരീക്ഷത്തിന് ഇങ്ങനെ ശാപം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാ ഇങ്ങനെ ഇത് വരുന്നത്? അതാ പറയുന്നത്, ഇൻഡയറക്റ്റ് ഭഗവാൻ എന്തൊക്കെയോ ഇച്ഛകളുണ്ട്, നമ്മളെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. ഭഗവാന്റെ ഇച്ഛകനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ നമ്മളെയും തീർച്ചയായിട്ടും കടാശിക്കാതെ എവിടെ പോകാനാണ്? നമുക്ക് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഇച്ഛയാണെന്നുള്ള സങ്കല്പത്തില് പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയോ നമ്മളെ എല്ലാത്തിനും നിമിത്തമാക്കുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലാണെന്നുണ്ടെങ്കിൽ അർജുനനെ വെറും നിമിത്തമാക്കിയതേ ഉള്ളൂ. ഭഗവാന്റെ ഏകാദശ ദശകത്തില് ഏകാദശ ചാപ്റ്റർ 11-ാമത്തെ അധ്യായത്തില് ഭഗവാൻ സ്വയം തന്റെ വിശ്വരൂപം കാണിക്കുന്നു. ആ വിശ്വരൂപത്തില് അർജുനൻ കാണുന്നത് എന്താ? ദ്രോണര് പ്രമുഖാദികളെല്ലാം ഭഗവാന്റെ വായിൽ കൂടി ഇങ്ങനെ ചത്ത് മുന്നോട്ട് പോവാന്നുള്ളതാ. ഭഗവാനാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അർജുനനെ ആ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയാണെന്നുള്ള ആ ഒരു വിചാരത്തിൽ നമുക്ക് ഇപ്പം തന്നെ ഈ 9-ാം മണിക്ക് ഈ നാരായണിയൊക്കെ പഠിക്കാൻ കിട്ടിയിരിക്കുന്നത് ആ മഹാഭാഗ്യം എന്താണ്? ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുവാണ്. ആ അനുഗ്രഹം എപ്പോഴും ഭഗവാൻ നമ്മളെ എപ്പോഴും കനിഞ്ഞ് അനുഗ്രഹിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ദശകം ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കാൻ. നമുക്ക് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗജേന്ദ്രനെ രക്ഷിച്ചതുപോലെ, അതേപോലെ അജാമളനെ രക്ഷിച്ചതുപോലെ, ധ്രുവനെ, പ്രഹ്ലാദനെ, ഭഗവത് ഭക്തന്മാരെ എത്രയോ പ്രിയമായിട്ട് ഭഗവാൻ ഓരോ തവണയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെയും അതേപോലെ ഭഗവാൻ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഒന്നുകൂടി നമുക്ക് പറയാം. സുനിലിന് വേണ്ടിയിട്ട് ഒന്നുകൂടിയാണെന്നുള്ളതിനെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഞാൻ ആദ്യം പറഞ്ഞതാ, പക്ഷെ അന്നേരം ഗ്രൂപ്പിൽ എല്ലാവരും വന്നിട്ടില്ലായിരുന്നു. ഇതിനകത്ത് വായിച്ചുകൊണ്ടിരുന്ന ഒരു സുനിലില്ലേ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത്, നാരായണ ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. പത്മാവതി ഹോസ്പിറ്റലിലാണ്. ഇന്നലെ കുറച്ച് സീരിയസ് ആയിരുന്നു, പക്ഷെ ഔട്ട് ഓഫ് ഡേഞ്ചർ ആയി. ഇപ്പൊ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്പീഡി റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് 3 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒന്നുകൂടി ചെല്ലാം. എല്ലാവരും ചേർന്നിട്ട് കൂട്ടപ്രാർത്ഥനയാണ്, നാമസങ്കീർത്തനമാണ്. എല്ലാവരും സംഘത്തോടു കൂടി ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ പവർ ഒന്ന് വേറെയാണ്. ഭഗവാൻ അത് കേൾക്കും. നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ നമ്മുടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലട്ടെ. അദ്ദേഹത്തിന് എളുപ്പം സുഖമായി നമ്മുടെ ക്ലാസ്സിൽ വരാനുള്ള അനുഗ്രഹം കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒന്നുകൂടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ